ഹായ്, നമുക്കിന്ന് +2 ഫിസിക്സിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഒപ്പം അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പക്ഷെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നമ്മള് ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഏകദേശം 40 കൂടുതൽ ചാപ്റ്റർ നമ്മൾ നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഓരോരുത്തരായിട്ട് ഓരോ ചാപ്റ്റർ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ആ ചാപ്റ്റർ എടുക്കുമോ, ഈ ചാപ്റ്റർ എടുക്കുമോ എന്നൊക്കെ. അതിൽ പലതും അപ്ലോഡ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള നീറ്റിന്റെ ആ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ നോക്കുക. അതിനകത്ത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സിന്റെ മിക്കതിന്റെയും വീഡിയോസ് അതിനകത്തുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് പിന്നീട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങുകയാണ് AC എന്ന ചാപ്റ്റർ. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, കറണ്ട് അതൊരു ഗ്രാഫ്, ഒരു സിനുസോയിഡൽ ഗ്രാഫ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിനൊരു സൈൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ അതിനെ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാധാരണ ഇക്വേഷൻ എന്ന് പറയുന്നത് I0 sin ωt എന്നും, വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് V is equal to V0 sin ωt എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് വേണമെങ്കിൽ EMF എന്ന രൂപത്തിൽ E0 sin ωt എന്നും റെപ്രസെന്റ് ചെയ്യാം. നമുക്കിപ്പോ ഈ ഫോർമാറ്റ് മതിയാകും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഫോർമാറ്റിലാണ് നമ്മൾ സാധാരണ ഇക്വേഷൻ, കാരണം അതൊരു നമുക്കറിയാം ഒരു വേവ് പോലത്തെ ഗ്രാഫാണ് ഇതിന് വരുന്നത്, വോൾട്ടേജിന് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് 3 സർക്യൂട്ടിന് വേണ്ടി പഠിക്കണം. ഒന്ന് റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ട്, R ഓൺലി സർക്യൂട്ട്, പിന്നെ L ഓൺലി സർക്യൂട്ട്, പിന്നെ V ഓൺലി സർക്യൂട്ട്, C ഓൺലി സർക്യൂട്ട്, പിന്നെ ഇത് 3 കൂടി ചേർത്ത് LCR സർക്യൂട്ട്. ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനിത് 3ഉം ഒരു ടേബിളിലേക്ക് കൊണ്ടുവരികയാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് R ഓൺലി സർക്യൂട്ട്, then L ഓൺലി സർക്യൂട്ട്, then C ഓൺലി സർക്യൂട്ട്. അപ്പൊ R ഓൺലി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു റെസിസ്റ്ററിനെ നമ്മൾ AC ആയിട്ട് കണക്ട് ചെയ്യുന്നു അർത്ഥം. സോ ദിസ് ഈസ് എ R ഓൺലി സർക്യൂട്ട്. ഈ R ഓൺലി സർക്യൂട്ടിലെ വോൾട്ടേജ് കാണുന്ന ഫോർമുല V0 sin ωt. അത് 3ഇടത്തും അത് തന്നെയാണ് ഫോർമുല, V is equal to V0 sin ωt. കറണ്ടിന്റെ ഇക്വേഷനിലാണ് വ്യത്യാസം വരുന്നത്. കറണ്ട് കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇവിടത്തെ കേസ് നമുക്ക് ഡെറിവേഷൻ വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. I0 sin ωt എന്നാണ് ഫോർമുല. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. ഫേസർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിനെയാണ് നമ്മൾ ഫേസർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സൂചി കറങ്ങുന്ന കണ്ടിട്ടില്ലേ ക്ലോക്കിലെ, അതേപോലെ കറങ്ങും, പക്ഷെ തിരിച്ചാണ് കറങ്ങുന്നതെന്ന് മാത്രം. ഓക്കെ, ഏതോ സിനിമയിലുണ്ടല്ലോ അങ്ങനെ, അതുപോലെ തിരിച്ച് കറങ്ങുന്നത്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോ ഇത് ωt, ഇത് ωt. അപ്പോ രണ്ടും ഒരുപോലെയാണെന്ന് അർത്ഥം. അപ്പോ രണ്ടും sin ωt അല്ലേ. സോ there is no phase difference. രണ്ടുപേരും ഒരുമിച്ചാ കറങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് വോൾട്ടേജ് എങ്കിൽ ഇതാണ് കറണ്ട്. എപ്പോഴും വോൾട്ടേജ് ഹയറും കറണ്ട് ചെറുതുമായിരിക്കുമല്ലോ. അപ്പൊ ദിസ് ഈസ് V ആൻഡ് ദിസ് ഈസ് I. അവർ ഒരുമിച്ചാ കറങ്ങുന്നത്, കണ്ടോ, ഒരുമിച്ച് അവർ ഇങ്ങനെ കറങ്ങുക. അപ്പൊ അവർക്കിട്ടുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ωt. അത് വേണ്ടല്ലോ, നമുക്കിപ്പോ എൻട്രൻസിന് വേണ്ടിയല്ലേ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പവർ, ഇവിടെ 2 പവർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഇൻസ്റ്റന്റേനിയസ് പവർ. ഇൻസ്റ്റന്റേനിയസ് പവർ കാണുന്ന ഫോർമുല എന്താ? നമുക്ക് പവർ കാണുന്ന ഫോർമുല V²/R അല്ലയോ. V എന്ന് പറഞ്ഞാൽ V0 sin ωt അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? V0² sin² ωt/R എന്ന് വരും. ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് പവർ കാണുന്ന ഫോർമുല. ഇനിയുള്ളത് ആവറേജ് പവർ കാണുക എന്നുള്ളതാണ്. ആവറേജ് പവർ കാണുമ്പോൾ V² ആവറേജ് ഓഫ് V0² sin² ωt/R ന്റെ ആവറേജ് കാണുക. അതിന്റെ ആവറേജ് കാണുമ്പോൾ എങ്ങനെ കിട്ടും ചോദിച്ചാൽ V0²/R. ഇതിനൊക്കെ കോൺസ്റ്റന്റുകൾ ആയതുകൊണ്ട് ഇവർക്ക് ആവറേജ് ഇല്ല. പിന്നെയുള്ളത് sin² ωt, അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 1/2 ആണ്. സോ നമുക്ക് V0²/2R എന്ന് കിട്ടും. ഇതാണ് ആവറേജ് പവർ കാണുന്ന ഫോർമുല. ആരുടെ കേസില്? R ഓൺലി സർക്യൂട്ടിന്റെ കേസിൽ. ഇത്രയേ ഉള്ളൂ R ഓൺലിയിൽ പഠിക്കാൻ. ഇനി ഇതേപോലെ L ഓൺലി സർക്യൂട്ടിലേക്ക് വരാം. L ഓൺലി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡക്ടർ ആയിരിക്കും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അവിടെ ഞാൻ പറഞ്ഞു വോൾട്ടേജ് കാണുന്ന ഫോർമുല V0 sin ωt തന്നെ, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കറണ്ട് കാണുന്ന ഫോർമുല പക്ഷെ വ്യത്യാസമുണ്ട്. I0 sin ωt -π/2. ഓക്കെ, -π/2. ഇനി നമുക്ക് ഫേസർ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, വോൾട്ടേജിനേക്കാൾ π/2 പുറകിലാണ് ആര്? കറണ്ട് അല്ലെ. -π/2 90 ഡിഗ്രി. അപ്പൊ വോൾട്ടേജ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നു, കറണ്ട് 90 ഡിഗ്രി പിറകിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതാണ് വോൾട്ടേജ് അല്ലെ. ദിസ് ഈസ് ദി വോൾട്ടേജ്. ഇതിനേക്കാളും 90 ഡിഗ്രി പുറകിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരയ്ക്കേണ്ടത്, കാരണം അവർ കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇവിടെ വേണം നമ്മൾ. ദിസ് ഈസ് ദി I.
ക്ലിയർ ആണല്ലോ. ദെൻ വാട്ട് ഈസ് ദി ഫേസ് ഡിഫറൻസ്? അവർക്കുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു π/2 വ്യത്യാസം അവർക്കിടയിലുണ്ട്. സോ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? π/2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഇൻസ്റ്റന്റേനിയസ് പവർ കാണുന്ന ഫോർമുല. ഇൻസ്റ്റന്റേനിയസ് പവർ കാണുന്ന ഫോർമുല I0 V0 sin 2 omega t by 2. ഇതാണ് ഫോർമുല. I0 V0 sin 2 omega t by 2. ഇനി അടുത്ത ആവറേജ് പവർ. ആവറേജ് പവർ ഇതെല്ലാം കൂടി കാണുമ്പോൾ sin 2 omega t യുടെ ആവറേജ് എടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. സോ എല്ലാം കൂടി അങ്ങനെ എന്തായിട്ട് പൊയ്ക്കോളും? 0 ആയി പൊയ്ക്കോളും. സോ ദി ആൻസർ ഈസ് 0. അപ്പൊ ആവറേജ് പവർ എത്രയാണ് എൽ ഓൺലി സർക്യൂട്ടില്? 0. ഇനി അടുത്ത ഏത് പഠിക്കാം? സി ഓൺലി സർക്യൂട്ട്. സി ഓൺലി സർക്യൂട്ടിൽ വരുമ്പോ അവിടെ ഒരു കപ്പാസിറ്ററും ഒരു എ സിയും കൂടി കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വോൾട്ടേജ് കാണുന്ന ഫോർമുല ഒരു വ്യത്യാസമില്ല. ദാറ്റ് ഈസ് V0 sin omega t തന്നെയാണ്. അടുത്ത ഐ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് I0 sin omega t plus π/2. I0 sin omega t plus π/2. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇവിടത്തെ ഫേസർ ഡയഗ്രാം ആണ്. ഇവിടത്തെ ഫേസർ ഡയഗ്രാം നമ്മൾ എടുക്കുമ്പോൾ ഇവിടത്തെ ഫേസർ ഡയഗ്രാം V നമ്മൾ വരച്ചു അല്ലെ. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, കറണ്ടിന്റെ അവിടെ പ്ലസ് π/2 ആണ് എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി ഫ്രണ്ടിൽ നിന്ന് പോവുക. ആരാ ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്? കറണ്ട് ആണ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. ഇവിടെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണോ ഇതാണോ? ഇതാണ് അല്ലെ, കാരണം ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. സോ ഇതാണ് ഫ്രണ്ട് സൈഡ് എന്ന്. അപ്പൊ ദിസ് ഈസ് ദി ഐ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെയും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ വരും? കാരണം അവർക്കിടയിൽ π/2 വ്യത്യാസം. π/2 ഫേസ് ഡിഫറൻസ് π/2 ആണ്. Then ഇനി നമ്മൾ ഇൻസ്റ്റന്റേനിയസ് പവർ കാണുന്ന ഫോർമുല എടുക്കുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഫോർമുല ഈ സെയിം ഫോർമുല തന്നെ വരും. That is I0 V0 sin 2 omega t by 2 എന്ന് തന്നെ വരും. പക്ഷേ ആവറേജ് പവറും അതുകൊണ്ട് എത്ര വരും? 0 എന്ന് തന്നെ വരും. സോ ഇവിടെ രണ്ട് കേസിലും ആവറേജ് പവർ എത്രയാണ്? 0. അതുകൊണ്ടാണ് എൽ ഓൺലി സർക്യൂട്ടിലും സി ഓൺലി സർക്യൂട്ടിലും പവർ 0 ആയിട്ടുള്ള കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട് ആണ് അല്ലെ. അതുകൊണ്ട് എൽ ഓൺലിയിലെ സി ഓൺലിയിലെ കറണ്ടിനെ എന്തെന്ന് നമ്മൾ വിളിക്കും? വാട്ട് ലെസ് കറണ്ട് എന്ന് വിളിക്കും. കാരണം പവർ ഇല്ലല്ലോ. പവർ ഉണ്ടെങ്കിലല്ലേ വാട്ട് ഉള്ളൂ. വാട്ടർ ഇല്ലാത്ത കറണ്ട്, അതാണ് വാട്ട് ലെസ് കറണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ എടുക്കുന്ന എൽ ഓൺലി സർക്യൂട്ടിന്റെ കേസിൽ ആവറേജ് ഇൻസ്റ്റന്റേനിയസ് പവർ എടുക്കുമ്പോൾ മൈനസ് ടേം വരും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. റെസിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം V/I എന്ന് പറയുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതേപോലെ എൽ ഓൺലി സർക്യൂട്ടിനും ഒരു റെസിസ്റ്റൻസിന് തുല്യമായ ടേം ഉണ്ട്. അതിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്, XL. ആ XL കാണുന്ന ഫോർമുല XL is equal to L omega. XL കാണുന്ന ഫോർമുല L omega. റെസിസ്റ്റൻസ് ആർ ഓൺലി സർക്യൂട്ടിനുള്ളത് പോലെ എൽ ഓൺലി സർക്യൂട്ടിനുള്ള റെസിസ്റ്റൻസിന് തുല്യമായ ടേം ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കാണുന്ന ഫോർമുല L omega. അതുപോലെ സി ഓൺലി സർക്യൂട്ടിനും റെസിസ്റ്റൻസിന് തുല്യമായ ടേം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ്. അത് കണ്ടുപിടിക്കുന്ന ഫോർമുല 1/C omega. 1/C omega. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണുന്ന ഫോർമുല 1/C omega. അപ്പോ റെസിസ്റ്റൻസിന് തുല്യമായ 3 ടേമും നമ്മൾ നന്നായിട്ട് പഠിച്ചെടുത്തു. ഓക്കെ, ഇനി നമുക്ക് 3 കൂടി ചേർത്ത് വയ്ക്കാം. ഏതൊക്കെ? ആർ സർക്യൂട്ടും എല്ലും പിന്നെ കപ്പാസിറ്ററും. അപ്പൊ എല്ലാം കൂടി ചേരുമ്പോൾ LCR സർക്യൂട്ടായി. നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോകുന്നില്ല, ബിക്കോസ് അത് നമുക്ക് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ LCR സർക്യൂട്ടിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇംപിഡൻസ് കാണുന്ന ഫോർമുല തന്നെയാണ്. സോ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ റെസിസ്റ്റൻസിന് തുല്യമായിട്ട് XL ആണ്. കപ്പാസിറ്റൻസ് ആണെങ്കിൽ XC ആണ്. റെസിസ്റ്റൻസിന് R ആണ്. ഇതുപോലെ മൂന്നും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ LCR സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത്. ആ ഇംപിഡൻസിന്റെ നമ്മൾ സിമ്പൽ Z എന്ന് കൊടുക്കും. കാണുന്ന ഫോർമുല √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നതാണ്. ഓക്കെ, R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, XL വലുതും XC ചെറുതും ആയതുകൊണ്ടാണ് ഇങ്ങനെ. തിരിച്ചും വരാം, കാരണം കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ എന്നും ഫോർമുല മാറാറുണ്ട്. അപ്പൊ നമുക്ക് ജനറൽ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ എന്ന് പഠിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പൈതഗോറസ് തിയറത്തിലെ ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്ന അതേ ഒരു ഫോർമാറ്റ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് മാറ്റാം? ഇതിനൊരു ട്രയാങ്കിൾ രൂപത്തിൽ എഴുതാം. അതിനെയാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? Z ആയിരിക്കും. ബേസ് എന്തായിരിക്കും? R ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? XL മൈനസ് XC ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇവിടെ നിന്നാണ് നമ്മൾ tan phi ഒക്കെ കാണുന്ന ഫോർമുല കണ്ടുപിടിക്കുന്നത് അല്ലെ. tan phi is equal to XL മൈനസ് XC, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് R. ഇങ്ങനെയൊക്കെ നമ്മൾ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കുക. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി ഒരു LCR സർക്യൂട്ടിന്റെ റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഒരു റേഡിയോയിലൊക്കെ ഉള്ളത് ഒരു LCR സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മുടെ റെസൊണൻസ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്
അവിടെ എക്സലും നമ്മുടെ എക്സിയും ഈക്വൽ ആകും. അതായത് ഇംപിഡൻസിനെ മിനിമത്തിലേക്ക് കൊണ്ടുവരണം. ഇംപിഡൻസ് എന്ന തടസ്സം അല്ലെ, റെസിസ്റ്റൻസ് ആണ്. അതിനെ മിനിമത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സീറോ ആക്കുക എന്ന് ഉദ്ദേശം. പക്ഷെ സീറോ ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ സീറോ ആക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ മിനിമം ആക്കാം? മിനിമം ആക്കാൻ അവിടെ ഒരു ചെറിയ വഴിയുണ്ട്. എക്സലും എക്സിയും ഈക്വൽ ആക്കുക. അപ്പൊ ഇത് 10, ഇത് 10, 10 - 10 0, അല്ലെങ്കിൽ ഇത് 20, 20, 20 - 20 0. അപ്പൊ നമുക്ക് അങ്ങനെ അതിനെ സീറോ ആക്കാൻ പറ്റും. എപ്പോ? when XL is equal to XC, the impedance will be minimum. മിനിമം എന്ന് പറഞ്ഞാൽ സീറോ ആകില്ല, ബട്ട് ഒരു ചെറിയ വാല്യൂലേക്ക് അത് എത്തും. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ് ഈക്വൽ ടു R ആയിട്ട് മാറും. സോ അതാണ് മിനിമം ഇംപിഡൻസ് കണ്ടീഷൻ. ആ സമയത്ത് കറണ്ട് ഫ്ലോ മാക്സിമം ആയിരിക്കും, നന്നായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ആ കണ്ടീഷനാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി കാണാനായിട്ട് ഫോമിലേക്ക് ഡിറൈവ് ചെയ്തെടുക്കും. എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് 1/√LC. അത് ആംഗുലാർ ഫ്രീക്വൻസി ആണെങ്കിൽ 1/2π√LC വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ റെസൊണൻസ് എന്ന കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഈ റെസൊണൻസ് കണ്ടീഷനിലാണ് ഏത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ റേഡിയോ ട്യൂണിംഗിൽ നമ്മൾ ആരുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്? കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ്, കപ്പാസിറ്റൻസ് വാല്യൂ ആണ്, നമ്മൾ കപ്പാസിറ്റർ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധനമാണ് ഇതിനകത്ത് LC ഓസിലേഷൻ എന്ന് പറയുന്നത്. LC ഓസിലേഷനിൽ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററും പിന്നെ ഒരു ഇൻഡക്ടറും പരസ്പരം കണക്ട് ചെയ്യും അല്ലെ. കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള ചാർജ് അതിലേക്ക് പോയിട്ട് അവിടെ മാഗ്നറ്റൈസ് ചെയ്യും, പിന്നെ വീണ്ടും ഇവിടെ വന്ന് ചാർജ് ചെയ്യും, വീണ്ടും തിരിച്ചു പോകും, വീണ്ടും അത് ചാർജ് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കും. ഒരു ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് വിളിക്കുന്നത്? LC ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ആ LC ഓസിലേഷന്റെ ഫ്രീക്വൻസി കാണാനും ഉപയോഗിക്കുന്ന ഫോർമുല ഇത് തന്നെ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങള്, നമ്മുടെ ബാൻഡ് വിഡ്ത്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല അതിനകത്ത് അറിയാം നിങ്ങൾക്ക്. അതിനകത്ത് ഒരു പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? നമ്പർ ഓഫ് പ്രൈമറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് പ്രൈമറി ബൈ വോൾട്ടേജ് ഓഫ് സെക്കൻഡറി ഈസ് ഈക്വൽ ടു കറന്റ് ഇൻ സെക്കൻഡറി ബൈ കറന്റ് ഇൻ പ്രൈമറി. ഈ ഫോർമുലയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു ട്രാൻസ്ഫോമറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എനർജി ലോസിന്റെ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് അറിയാൻ റീസൺസ് എന്തൊക്കെയാ? ഫ്ലക്സ് ലീക്കേജ് വരുന്നുണ്ട്, പിന്നെ ഹീറ്റ് ലോസ്, ജൂൾസ് ലോ പ്രകാരമുള്ള ഹീറ്റ് ലോസ് റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകാറുണ്ട്. എഡി കറന്റ് ഫോർമേഷൻ ഒരു പ്രധാനപ്പെട്ട കാരണം, ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC ആണ്. അത് ആംഗുലർ ഫ്രീക്വൻസി. സാധാരണ ഫ്രീക്വൻസി ആണെങ്കിൽ 1/2π√LC ആണ്. ഞാൻ പറഞ്ഞതിൽ ചെറിയ തിരിഞ്ഞു പോയി, ശ്രദ്ധിക്കുക. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ക്വാളിറ്റി ഫാക്ടർ, ബാൻഡ് വിഡ്ത്ത്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് നോക്കിയിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇതിനകത്ത് വരുന്ന മറ്റൊരു ടേം ഉണ്ട്, RMS, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂസ് എന്ന് പറയുന്നത്. RMS വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല വോൾട്ടേജിന്റെ RMS വാല്യൂ ആണെങ്കിൽ V0/√2 കറന്റിന്റെ RMS വാല്യൂ ആണെങ്കിൽ I0/√2 ചെയ്താൽ നിങ്ങൾക്ക് RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ വീട്ടിൽ പറയാറില്ലേ 230 വോൾട്ടേജ് ആണ് നമ്മുടെ വീട്ടിൽ വരുന്നതെന്നൊക്കെ. ആ പറയുന്ന വാല്യൂസ് ആക്ച്വലി RMS വാല്യൂസ് ആണ്. ആ RMS വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് V0/√2, കറന്റ് ആണെങ്കിൽ I0/√2. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an inductor of 20 millihenry, a capacitor of 1000 microfarad and a resistor of 50 ohm are connected in series across a source of EMF V is equal to 10 sin 314 t. The power loss in the circuit is. അപ്പൊ ഇവിടെ പവർ ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഒരു LCR സർക്യൂട്ട് ആണ്. ഒരു LCR സർക്യൂട്ടിന്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല P is equal to VRMS the whole square into R by Z square. Okay, VRMS the whole square into R by Z square ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് VRMS വാല്യൂ വേണം. അതിനു വേണ്ടിയിട്ട് V യുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ V is equal to V0 sin omega t. ഇതാണല്ലോ സ്റ്റാൻഡേർഡ് ഫോം. ഇതിൽ V0 തന്നിട്ടുണ്ട്. V0 is given as 10 and balance sin 314, that is the omega value into t. അപ്പൊ VRMS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V0/√2. അപ്പൊ VRMS is equal to V0/√2, that is 10/√2 എന്ന് കിട്ടും. അത് VRMS. പക്ഷെ നമുക്കത് മാത്രം പോരാ. നമുക്കിനി ഇക്വേഷനിലെ R തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, that is 50 ohm. So resistance is given as 50 ohm. നമുക്ക് റെസിസ്റ്റൻസ് മാത്രം പോരാ, Z വാല്യൂ കണ്ടു. Z കാണുന്ന ഫോമിൽ എന്താ? റൂട്ട് ഓഫ്
XL minus XC the whole square plus R square എന്നാണ്. അപ്പൊ XL വേണം XC വേണം. അപ്പൊ XL നമുക്ക് കണ്ടുപിടിക്കാം. XL ആണ് ഫോർമുല എന്താ? L ഒമേഗ. L വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. L വാല്യൂ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 20 മില്ലി ഹെൻറി തന്നിട്ടുണ്ട്. സോ മില്ലി എന്ന് വെച്ചാൽ 10 raised to minus. അപ്പൊ 20 into 10 raised to minus 2 into then omega value that is 314. So you can write it as 628 in 0 into 10 raised to minus 2. അടുത്തത് XC വാല്യൂ. XC എന്ന് പറയുന്നത് 1 by C omega is equal to 1 by C യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 microfarad. So 100 into 10 raised to minus 6 farad into omega 314. Clear ആണല്ലോ? Minus 3. This minus 3. Okay, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആക്കി എഴുതാം. 6.280 എന്ന് എഴുതാം. 280 മതി. ഇവിടെ ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും 314 100 110 raised to 2 എന്ന് എഴുതാം. So 10 raised to minus 4 module 10 raised to 4. So 10 raised to 4 by 314. So ഇത് ചെയ്യുമ്പോൾ 31.84 എന്ന് കിട്ടും. സോ അത്ര XL XC കിട്ടിയാൽ നമുക്ക് Z കണ്ടുപിടിക്കാം. Z is equal to root of XL എത്രയെന്ന് കിട്ടി? That is 6.48 minus XC എത്രയെന്ന് കിട്ടി? That is 31.84 the whole square plus R square. R already question തന്നിട്ടുണ്ട് 50. So 50 square. So ഇത് വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ you will get it as 56 ohm. ഇത് ആക്ച്വലി XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ ചെയ്യേണ്ടതാണ്. കാരണം ഏതാണ് വലുത് അതിൽ നിന്നാണ് ചേർത്ത് കുറയ്ക്കേണ്ടത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മളോട് സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് മൈനസ് വന്നാൽ അത് പ്ലസ് ആയിക്കോളും. സോ അതിൽ ഇനി കൺഫ്യൂഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അത് ചെയ്ത് പോകാവുന്നുള്ളൂ. സോ നിങ്ങൾക്ക് 56 ഓം എന്ന് കിട്ടും. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാം. സോ പവർ ഇസ് ഈക്വൽ ടു VRMS വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. 10/√2. അതിന് എന്ത് ചെയ്യണം? നമ്മൾ സ്ക്വയർ ചെയ്യണം. ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയെന്ന് തന്നിട്ടുണ്ട്. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 50. സോ 50 ഡിവൈഡഡ് ബൈ Z square is 56 square. So you will get it as 10 square is 100 by √2 in the square എടുക്കുമ്പോൾ it is 2 into 50. So ഇത് വെട്ടിപ്പോയിട്ട് 50. So 50 into 50 നിങ്ങൾക്ക് തരുന്നത് 2500 divided by 56 in the square 56 into 56. ഓക്കെ. സോ ഇതിപ്പോ ചെയ്ത് എടുക്കണമെന്നില്ല നിങ്ങൾക്ക്. അല്ലാതെ തന്നെ ഇത് ചെയ്ത് ആൻസറിലേക്ക് വരാം. ബിക്കോസ് 2500 എന്നല്ലേ ഇവിടെ കിടക്കുന്നത്. 2500 ഡിവൈഡ് ബൈ 56 into 56. 50 into 50 എന്താ? 2500. അപ്പൊ ഏകദേശം ഇതും ഏകദേശം 1 എന്ന് കിട്ടേണ്ടതാ. പക്ഷെ ഇത് 56 ആണ്. 56 ആകുമ്പോൾ കുറച്ചുകൂടി വലിയ ആൻസർ ആയിരിക്കും. അപ്പൊ ഇതിനെ വലിയൊരു ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നിനേക്കാൾ ചെറുതാവും. പക്ഷെ തീരെ അങ്ങ് ചെറുതാവില്ല. എന്നാലും ഒരു 0.7 0.6 ആ ഒരു റേഞ്ചിലേക്ക് ആൻസർ വരും. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. ഹിയർ ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് കാണാം അത്തരത്തിലുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഇസ് 0.79 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ചിന്തിച്ചും അതിന്റെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following combinations should be selected for better tuning of an LCR circuit used for communication? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ റേഡിയോ പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റേഡിയോയിലെ ട്യൂണിങ്ങിന്റെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കണ്ടീഷനാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ക്വാളിറ്റി ഫാക്ടർ കൂടുതലായിരിക്കണം. ക്വാളിറ്റി ഫാക്ടർ കാണാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ദാറ്റ് ഇസ് Q is equal to omega 0 L by R എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് ഒമേഗ സീറോ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസി 1/√LC. സോ 1/√LC into L by R എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. സ്വാഭാവികമായിട്ടും ഇതിലെ ഒരു റൂട്ട് എല്ലും ഇതിലെ ഒരു എല്ലും കൂടി ക്യാൻസൽ ആക്കാം നമുക്ക്. സോ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി പറഞ്ഞു റൂട്ട് എൽ ഇൻറ്റു റൂട്ട് സി ഇൻറ്റു റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ അങ്ങനെ എഴുതാമല്ലോ. എല്ലിന് നമുക്ക് റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ ബൈ ആർ. സോ ഇതിൽ റൂട്ട് എൽ ഇതിൽ റൂട്ട് എല്ലും ക്യാൻസൽ ആയി. What is remaining? 1/R is remaining into root L by root C. അപ്പോ ഒരു ക്വാളിറ്റി ഫാക്ടർ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്റഡ് ടേംസ് ചെറുതായിരിക്കണം, ന്യൂമറേറ്റഡ് ടേം വലുതായിരിക്കണം. അതായത് ആറിന്റെയും സിയുടെയും വാല്യൂ കുറവും എല്ലിന്റെ വാല്യൂ കൂടുതലുമാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ദി ഫസ്റ്റ് ഓപ്ഷൻ അവിടെ ആർ വാല്യൂ വളരെ ചെറുതാണ്, ജസ്റ്റ് 15 ഓമേ ഉള്ളൂ.
എൽ വാല്യൂ വളരെ കൂടുതലുമാണ്, 3.5 ഹെൻറി കിടപ്പുണ്ട്. കപ്പാസിറ്റൻസ് വാല്യൂവും കുറവാണ്, ദാറ്റ് ഈസ് ഓൺലി 30 മൈക്രോഫാരഡ്. സോ അങ്ങനെ നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാ? ആർ വാല്യൂയും സി വാല്യൂയും കുറവും എൽ വാല്യൂ കൂടുതലുമാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ വിൽ ബി ദി ബെസ്റ്റ് വൺ. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The potential differences across the resistance, capacitance and inductance are 80 volt, 40 volt and 100 volt respectively in an LCR circuit. The power factor of this circuit is. ഇപ്പൊ പവർ ഫാക്ടർ cos phi ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ cos phi നമുക്കൊന്ന് കണ്ടെത്തണം. സോ പവർ ഫാക്ടർ cos phi എങ്ങനെ കണ്ടെത്താം? അപ്പൊ അതിന് phi എന്ന് പറയുന്ന ആളെ കണ്ടെത്തണം. phi കണ്ടെത്താൻ വേണ്ടി tan phi കാണാനായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഇത് ഇൻഡക്ടൻസ് ട്രയാങ്കിൾ ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫോർമുല, ദാറ്റ് ഇസ് XL മൈനസ് XC എന്നാണ്. അതിന് നമുക്ക് വോൾട്ടേജിന്റെ ടേംസിലേക്ക് കൊണ്ടുവരാം. XL മൈനസ് XCക്ക് പകരം VL മൈനസ് VC ബൈ VR എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാം. അവിടെ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ XL മൈനസ് XC ഡിവൈഡ് ബൈ R എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിന് നമുക്ക് ഈ രൂപത്തിൽ വോൾട്ടേജിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. സോ ഇതില് VL വോൾട്ടേജ് ഓഫ് ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 40, 80, 40 ആൻഡ് 100 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോ ദാറ്റ് ഇസ് 100 ആണ് ഇൻഡക്ടറിന്റെ. സോ 100 minus VC is given as 40 divided by 80. So 60 divided by 80, 0 cancel, you will get it as 3/4. So 3/4 എന്ന് പറയുന്നതാണ് ഏത് വാല്യൂ? tan 5 ന്റെ വാല്യൂ. 3/4 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ദാറ്റ് ഇസ് 0.75 അല്ലെ? 0.75 എന്ന് പറയുമ്പോഴത്തേക്കും ടാനിന് 1 വാല്യൂ കിട്ടുന്ന എത്രയിലാ? 45 ഡിഗ്രിയിലാ. സോ ടാനിന്റെ 45 ഡിഗ്രിയെക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും 45 ഡിഗ്രി. അപ്പൊ 5യുടെ വാല്യൂ കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് 0.75, കാരണം ഈ 5 ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ 45 എന്ന 1 ആയി. അപ്പൊ ഇത് ഈ 0.75 എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെങ്കിൽ 45 വരെ പോണ്ട. അപ്പൊ അതൊരു 30, 35, 30, 40 അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വരും. അപ്പൊ വി കൻ ടേക്ക് ഇറ്റ് ആൻ ആവറേജ് 37 ഡിഗ്രി. ഓക്കെ, നമ്മൾ 37 ഡിഗ്രി എടുക്കുകയാണ്. സോ ഇനി നമുക്ക് 5 വാല്യൂ എത്ര കിട്ടി? 37 കിട്ടി. അപ്പൊ cos 5 കണ്ടുപിടിച്ചോളൂ, ഷുവറായിട്ടും കണ്ടുപിടിക്കാം. സോ cos ഓഫ് 37. സോ ഇവിടെ എത്തുമ്പോഴും വീണ്ടും കൺഫ്യൂഷൻ ആണ്, കാരണം 37 എന്ന് പറയുന്നത് പെർഫെക്റ്റ് റിസൾട്ട് അല്ലല്ലോ, നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. cos 30യുടെ വാല്യൂ നമുക്കറിയാം, √3/2. √3/2 √3 എന്ന് പറഞ്ഞാൽ 1.77, 1.73/2. So the answer will be nearly 0.8 something or 0.9 something. Okay. അപ്പൊ അത് cos 30. ഇനി നമുക്ക് ഏത് വേണം? cos 30യുടെ വാല്യൂ നമ്മൾ എഴുതി. അത് cos 45 എത്രയാ? cos 45 എന്ന് പറയുന്നത് 1/√2. So 1/√2, that is 1/1.414. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ആൻസർ 0.9 സംതിങ് ആയിരിക്കും. സോ cos 30 0.8, ഇത് 0.9 അടുപ്പിച്ചിരിക്കുമ്പോൾ സോ ദ ആൻസർ വിൽ ബി സംതിങ് അറൌണ്ട് 0.85 സംതിങ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ആൻസർ അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് cos 5 എന്ന് പറയുന്നത്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കുമ്പോൾ വി ഹാവ് ദി ഫസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് 0.8 and you can take it as the correct answer. ക്ലിയർ ആയോ പറഞ്ഞത്? കാരണം 37 എന്ന് പറയുന്നത് ആരും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പെർഫെക്റ്റ് വാല്യൂ അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഊഹത്തിൽ നിന്നാണ്, കാരണം അതിന്റെ അപ്പുറവും ഇപ്പുറവും നമുക്കറിയാം, 30യും 45 ഒക്കെ നമുക്കറിയാം. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ. നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുള്ളൂ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ. ഒപ്പം എന്നും ഞാനും കൂടെ ഉണ്ടാകും.